ഹൽക്കസാർ ഷോ കാണാൻ ഞങ്ങൾ വന്നത് ക്യാബറേ ഷോ ആണ്. ഇന്ന് വൈകിട്ട് ഞങ്ങൾ ആ സ്ട്രീറ്റിലൊക്കെ ഇന്ന് വന്നതേ ഉള്ളായിരുന്നു. കറങ്ങി സ്ട്രീറ്റൊക്കെ കറങ്ങി ബീച്ചിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഞങ്ങൾ ഡ്രൈവർ വന്നു ഞങ്ങളെ ഇവിടെ കൊണ്ട് നിർത്തി. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് വലിയൊരു തിയേറ്ററാണ്. അവിടെ 3 ഷോ അവിടെ നടക്കുന്നുണ്ട്, 3 പ്രാവശ്യം നടക്കുന്നുണ്ട് ക്യാബറേ ഷോ. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി പേര് വരുമായിരിക്കും തുടങ്ങുമ്പോഴത്തേന്. ഞങ്ങളുടെ ടൂർ പാക്കേജിൽ ആ ടിക്കറ്റ് കൂടെ ഞങ്ങൾക്ക് എടുത്താൽ തന്നെ, അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കേണ്ട അതെല്ലാം കൂടെ ഇൻക്ലൂസീവാണ് ഞങ്ങൾക്ക് കൊടുത്തത്. അപ്പം ഒരു ഷോ ഇപ്പം നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അൽക്കസാർ ഷോ. ഇതേ കണ്ടില്ലേ, 3 ഷോ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നപ്പോൾ അറിയുന്ന കുറച്ച് പേര് അവിടെ, ഈ പെണ്ണുങ്ങൾ, ഈ ആർട്ടിസ്റ്റുകൾ അവിടെ വന്ന് ഇപ്പോൾ ഉണ്ടെന്ന്. അപ്പോൾ അവരെ കാണാൻ ഞങ്ങളോട് ഓടിപ്പോയേ. അവരെ കണ്ടോ, ഇത് പ്രത്യേകത ഉണ്ട് ഇവരെ കാണാൻ. അവരുടെ ഡ്രസ്സൊക്കെ കണ്ടോ, കോസ്റ്റ്യൂംസ് കണ്ടോ, തലയിലൊക്കെ ഇരിക്കുന്ന സാധനം കണ്ടോ, ഭയങ്കര ഹ്യൂജ്. അതിന് ബാക്കിൽ ഒത്തിരി പേര് നിൽപ്പുണ്ട്. ഇത് അവിടെ ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഇവരുടെ പല റേറ്റ് ഉണ്ട്. ഫോട്ടോ എടുക്കുന്നതിന് റേറ്റ്, ഉമ്മ കൊടുക്കണമെങ്കിൽ ഒരു റേറ്റ്, കെട്ടിപ്പിടിക്കണമെങ്കിൽ ഒരു റേറ്റ്. അവിടെ പുറകിൽ നിൽക്കുന്ന ആമ്പിള്ളേരെ പൈസ വാങ്ങിക്കുന്നത്. ഈ പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. അപ്പോൾ ആണ്ട് കണ്ടില്ലേ, ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. ഈ സമയം അവർ അതിനുവേണ്ടി, ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അകത്ത് ഷോ നടക്കുക. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇങ്ങനെ കാണുകയാണേ. അവിടെ കാണാൻ വന്നവരെല്ലാം അവിടെ നിൽപ്പുണ്ട്. അവർ തലയിലൊക്കെ ഇരിക്കുന്നത് കാണണം കേട്ടോ, നല്ല രസമാണ് കാണാൻ. അത് കണ്ടില്ലേ, ആ ചുമന്നതൊക്കെ കണ്ടില്ലേ, തലയിരിക്കുന്നത്, പുറകെ മഞ്ഞൊക്കെ നിൽക്കുന്നത്, എന്തോ വലിയ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. വെയിറ്റിലായിരിക്കും, വെയിറ്റ്ലെസ് ഫെദർ പോലെ വല്ലതും കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല പ്രത്യേകമായിരുന്നു. ഈ പെണ്ണുങ്ങളെയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു, ഭംഗിയുള്ള പെൺകുട്ടികളായിരുന്നു. പെൺകുട്ടികളാണോ ലേഡീസാണോ എന്നറിയത്തില്ല. അവരവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ ചെല്ലാൻ. അവർക്ക് പൈസ ഉണ്ടാക്കാവുന്നൊരു മാർഗ്ഗമല്ലേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഷോയ്ക്കുള്ള ആൾ ഞങ്ങളെ കയറ്റുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓടി തിരിച്ചിവിടെ വന്നേ. അടുത്ത മിറ്റത്തപ്പുറത്ത് ഓടിയൊന്നുമില്ല, നടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലേക്ക് കയറ്റി. സീറ്റ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ടിക്കറ്റിന് പുറകിൽ. അപ്പോൾ ആ നിന്ന് മനുഷ്യൻ ഞങ്ങളെ ഏത് സീറ്റിലാണ് ഇരിക്കേണ്ടതെന്ന് ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞു കിട്ടും. അപ്പോൾ വലിയ തിയേറ്ററാണ്. ഞങ്ങൾ കയറി ഞങ്ങളുടെ സീറ്റൊക്കെ അങ്ങ് പിടിച്ചു. ഇനി എന്താണെന്ന് കാണണമല്ലോ. ഇതിനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ അൽക്കസാർ ക്യാബറേ ഷോ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് കാണാൻ പോവല്ലേ, എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇത് കണ്ടോ, ഈ ആൾക്കാരുടെ കോസ്റ്റ്യൂംസ് കണ്ടോ. ഇത് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര ഭംഗി തോന്നത്തില്ല. പക്ഷേ റിയലി ഇതൊന്ന് കണ്ടാലുണ്ടല്ലോ, അയ്യോ എന്തോ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അത് അത്രയ്ക്കും സൂപ്പർ ഷോ ആണിത്. അവരുടെ ഇതും തന്നെ അവരുടെ കോസ്റ്റ്യൂംസ് നോക്കണേ. അത് വെളുത്ത് കാണും നിങ്ങൾക്ക് കാണുമ്പോൾ. എനിക്കത് ലൈറ്റെല്ലാം കൂടെ അടിച്ചതുകൊണ്ട് കളറ് മൊത്തമായിട്ടൊന്നും കാണാൻ പറ്റത്തേയില്ല. പക്ഷേ ആരെങ്കിലും തായ്ലൻഡിൽ പോകുന്നുണ്ടെങ്കിൽ പട്ടായ പോകണം, ഈ അൽക്കസാർ ഷോ കാണണം. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു ഷോ ആണിത്. അവിടെ നിന്ന് പെൺകുട്ടികളൊന്നും അല്ല ഇവിടെ പെർഫോം ചെയ്യുന്നത്. അവരങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയുള്ള, ഇത് വേറെ ആർട്ടിസ്റ്റുകൾ ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഈ ഷോ കാണാൻ വേണ്ടി തന്നെ പട്ടായ പോയാൽ പോലും ഉണ്ടല്ലോ, നഷ്ടം ഉണ്ടാകത്തില്ല. അത്രയ്ക്കും നല്ലതാണ്. ഈ ക്യാരക്ടർ കാണുന്നില്ലേ, ഈ ക്യാരക്ടർ ഞാൻ പലയിടത്തും അവിടെ കണ്ടു. അവരുടെ ബിൽഡിങ്ങിലൊക്കെ പിക്ചറായിട്ടൊക്കെ വെച്ചേക്കുന്നത്. എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്താണെന്നേ. എല്ലാ ഷോസും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാനേ പറ്റും. ഒന്നിനൊന്ന് മെച്ചം. അതുപോലെ നമ്മൾ അറിയത്തില്ല, പുറകിൽ നിന്ന് ആ സ്ക്രീൻ മാറുന്നു, വേറെ ആർട്ടിസ്റ്റുകൾ വരുന്നത് നമ്മൾ അറിയത്തില്ല. അത് ഒരുമിച്ച് മിങ്കിൾ ചെയ്തങ്ങ് പോകുന്ന പോലെ പോയിട്ട് അവരങ്ങ് ഒരു സെറ്റ് അങ്ങ് പോവുകയും ചെയ്യും, അടുത്ത സെറ്റ് അവിടെ നിൽക്കുകയും ചെയ്യുന്നേ.
അങ്ങനെയായിരുന്നു. ഭയങ്കര നല്ലത് അവരുടെ കോസ്റ്റ്യൂംസ്, എല്ലാ കോസ്റ്റ്യൂംസും അവരുടെ തലയിലൊക്കെ ഇരിക്കുന്നത് കാണണേ. എനിക്ക് അടുത്ത് പോയൊന്നും കാണണമെന്നുണ്ട്, അത് പക്ഷേ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. അവർ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരത് വഴി അങ്ങ് പോകല്ലേ. പാവകളി അപ്പോഴത്തേന് പുറകിലത്തെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം മാറിയിരിക്കും. പ്രത്യേകം അവർ പറയുന്നുണ്ട് അന്ന് ഫോട്ടോ ഒന്നും എടുക്കില്ല, വീഡിയോസ് എടുക്കരുതെന്നേ. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ ആരും ഗവനിച്ചില്ല, എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എടുത്തു. അതിന് രണ്ടാമത് അവർ പറഞ്ഞു കഴിഞ്ഞു ഞാൻ എടുത്തില്ല, എനിക്കപ്പോൾ അതുകൊണ്ട് ഇച്ചിരിയേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും എടുത്തവരുടെ ഫോൺ ഒക്കെ ജാം ആക്കി അവരെ. ഇതെല്ലാം ഇപ്പം നിങ്ങൾക്ക് ചില ഭാഗമൊക്കെ കളർ മഞ്ഞ കളർ കാണാം, പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഈ കാണുന്നതൊന്നുമല്ല. ഇതിൻ്റെ 100 ഇരട്ടി ഭംഗിയാണ് ഈ ഷോ കാണാനേ. കണ്ടോ, പുറകിൽ നിന്ന് അടുത്ത ആൾക്കാർ വരുന്നത് കണ്ടോ. അപ്പോഴത്തേന് ഇവർ നമ്മളൊന്നും അറിയത്തില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ എല്ലാം മാറിയിരിക്കും. ഡ്രാഗൺ അവരുടെ സിമ്പിൾ അല്ലേ, ഡ്രാഗൺ വരുന്നതുണ്ടോ. നല്ല അട്രാക്റ്റീവ് കളേഴ്സുള്ള കോസ്റ്റ്യൂംസ്. ആ തലയിലൊക്കെ ഇരിക്കുന്നത് കണ്ടോ, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, അല്ല പിന്നെ ഇങ്ങനെ ചുമക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. എന്താണെന്നറിയാമോ, പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്നത് കാണാനൊരു ഭയങ്കര ബ്യൂട്ടി ഉണ്ടായിരുന്നത്. അത് ബോഡിയൊക്കെ അങ്ങനെ വഴങ്ങി ചെയ്യുന്നത് കാണാൻ. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ഡാൻസസ് ആക്ട്സ് ഒക്കെയായിരുന്നു ഈ ഷോ. ഇവിടെ അൽക്കാസർ ക്യാബറേ ഷോ എന്നും പറഞ്ഞ് നടത്തിയത്. അതെല്ലാം ഓരോന്നും മറ്റൊന്നിനെക്കാട്ടിലും മികച്ചതായിരുന്നു. ഈ ലേഡിയാണ് പുറത്ത് നിൽപ്പുണ്ടായിരുന്നില്ലേ, ഇത് പുറത്തൊന്നുമില്ല ലേഡി, പുറത്തൊരു ഉടുപ്പിട്ടുകൊണ്ട് തുടങ്ങുന്നതിന് മുമ്പേ നിന്നൊരു ലേഡിയായത്. അടുത്ത ഷോ ഇതൊക്കെ അത്ര ലൈറ്റിൻ്റെ കൊണ്ടാണ് ഇത്ര ക്ലിയർ അല്ലാതെ കിട്ടുന്നത്. നേരിൽ പോയിരുന്നൊന്ന് കാണേണ്ട കാഴ്ച തന്നെ. പിന്നെയും പറയപ്പെട്ട കോസ്റ്റ്യൂംസ്, ഓരോ ഡാൻസിൻ്റെയും ഓരോ ആക്ട് ചെയ്യുന്നതിൻ്റെയും കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. എനിക്ക് ഇത് തീർന്നു പോകുമെന്ന് ഭയങ്കര വിഷമമായിരുന്നു. ഇതാ കണ്ടില്ലേ, കഴിഞ്ഞു ഷോ കഴിഞ്ഞ് പെണ്ണുങ്ങളെല്ലാം വീണ്ടും വരികയാണ്. റോഡിൽ നിരന്ന് നിൽക്കാൻ വരും. ഇവനാ പൈസ വാങ്ങിക്കുന്നു എല്ലാവരോടും, എൻ്റെ പൈസ കൊടുക്കുക. അതുകൊണ്ട് ഇറങ്ങി വരുവാണ്. തോളലൊക്കെ ഇരിക്കുന്നത് കണ്ടോ, ചിറകൊക്കെ വെച്ചേക്കുന്നത് കണ്ടോ. ഈ പെണ്ണിനെ കണ്ടോ പിങ്ക് ഇട്ടേക്കുന്നതിന്, എൻ്റെ തലയിലിരിക്കുന്നതും തോളിലിരിക്കുന്നതൊക്കെ കണ്ടോ.
അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഇറങ്ങി വന്ന് ഫോട്ടോ വേണം. പൈസ ഉണ്ടാക്കുക, അവരങ്ങനെ പൈസ ഉണ്ടാക്കുക. ശരിക്കും പറഞ്ഞാലേ അക്കത്തിരൻ്റെ ഡ്രസ്സാണ് ഈ പുറത്തിട്ടേക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം വില കൂടിയ ഡ്രസ്സ് വളരെ കസ്റ്റം മെയ്ഡൊക്കെ ചെയ്തതായിരിക്കും ഇട്ടേക്കുന്നത്. ഇതെടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ? അപ്പോൾ പിന്നെ അത് പുറത്തിടാനല്ലേ പറ്റത്തുള്ളൂ. ശരിക്കും അകത്തിടേണ്ടത് കൊണ്ട് പുറത്തിട്ട് അവർ നിൽക്കുകയാണ്. ഇതങ്ങനെയാണ് അവരുടെ കൾച്ചർ അങ്ങനെയായിരിക്കും. നമ്മളങ്ങനെ കണ്ടാൽ മതിയല്ലോ. ഒരുപാട് സമയം പിന്നെ അവരവിടെ നിൽപ്പുണ്ടായിരുന്നേ. വേണ്ടവർക്കെല്ലാം പോയി കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഒരു പൈസ ഉണ്ടാക്കില്ലയോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഞങ്ങളുടെ ഡ്രൈവർ അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് കാണാൻ വരുന്ന ഞങ്ങൾ ഡ്രൈവറുടെ അവിടെ നിൽക്കുന്നത്. പക്ഷേ എന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് അവരെയും കണ്ടുകൊണ്ട് അവിടെ ഞങ്ങൾ നിന്ന് കുറേ സമയം. കണ്ടില്ലേ, പരസ്യം കണ്ടോ? തിയേറ്ററാണതേ. ആ തിയേറ്ററിൻ്റെ വോളിൽ ഇങ്ങനെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് പുറത്ത്, അത് കാണിക്കുന്നത്. ഇതാണ് തിയേറ്റർ കണ്ടോ. പിന്നെ ഞങ്ങൾ ഇച്ചിരി നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഡ്രൈവറെ മെനക്കെടുത്തുന്നത് ഞങ്ങൾ അങ്ങ് പോയി. എനിക്ക് ഭയങ്കര സങ്കടം, അത് തീർന്നല്ലോ എന്ന്. എണീറ്റ് പോകാൻ തോന്നുന്നേ ഇല്ലായിരുന്നു. ഇനി ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവാണേ. അവിടെ എന്താ നോക്കാം.